സിനിമകളിലെ അബദ്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സീരീസിലെ 25ാമത്തെ എപ്പിസോഡാണിത്. ഇവിടെ നമ്മൾ സിനിമകളിലെ കട്ട് ചെയ്യാതെ കാണിച്ച അബദ്ധങ്ങളെക്കുറിച്ചും കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകളെക്കുറിച്ചും ലോജിക് മിസ്റ്റേക്കുകളെക്കുറിച്ചും എല്ലാമാണ് സംസാരിക്കാറ്. ഇതാരെയും മോശമായി കാണിക്കാനോ സിനിമയെ അവഹേളിക്കാനോ വേണ്ടിയുള്ളതല്ല, തികച്ചും എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. 1990-ൽ PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഗജകേസരി യോഗം. മുകേഷ്, ഇന്നസെന്റ്, ജഗദീഷ്, മാമുക്കോയ തുടങ്ങിയവരൊക്കെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ആ സിനിമയിൽ വളരെ സീരിയസ് ആയ ഒരു കാര്യം സംസാരിക്കുന്ന ഒരു രംഗമായിരുന്നു ഇത്. അത്ര നിസ്സാര കാര്യമൊന്നുമല്ല, മൂന്നാമത്തെ നോട്ടീസാ. സർക്കാർ കാര്യമല്ലേ, എത്ര നോട്ടീസ് വേണമെങ്കിലും വന്നോട്ടെ, നമുക്കൊരു തടയിട്ട് കൊടുത്ത പോലെയാണ്. ഇയാൾ എന്ത് കൊരങ്ങളി കളിക്കണേ, ഇയാൾ എന്താ കാണിക്കുന്നത്? നമുക്കൊരു തടയിട്ട് കൊടുത്ത പോലെയാണ്. ഇയാൾ എന്ത് കൊരങ്ങളി കളിക്കണേ. സ്ക്രിപ്റ്റിൽ വളരെ സീരിയസ് ആയി മാത്രമുണ്ടായിരുന്ന രംഗത്തിൽ ജഗദീഷിന് അബദ്ധത്തിൽ സംഭവിച്ചതായിരുന്നു ഈ ഒരു രംഗം. അത് കണ്ട് ഇന്നസെന്റ് യഥാർത്ഥത്തിൽ പറഞ്ഞത് സിനിമയിൽ അങ്ങനെ തന്നെ ഉൾപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ആ രംഗത്തിന്റെ തുടർച്ചയെന്നോണം സ്ക്രിപ്റ്റിലില്ലാത്ത ചില കാര്യങ്ങൾ കൂടി ചേർക്കുകയും ചെയ്തു. ഒരബദ്ധം സംഭവിച്ചെങ്കിലും അതിലൂടെ വളരെ രസകരമായ ഒരു കോമഡി രംഗം അവിടെ ഉണ്ടാക്കിയെടുത്തു. ജഗദീഷ് തന്നെയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയതും. ഇത് തൊമ്മിയുടെ വാക്കാ, മനസ്സിലുറപ്പിച്ചോ. തൊമ്മിയുടെ വാക്കാ, മനസ്സിലുറപ്പിച്ചോ. തൊമ്മിയുടെ വാക്കാ. സാധാരണ എഡിറ്റർക്ക് ഷോട്ടുകളും സീനുകളും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ക്ലാപ്പ് ബോർഡ് ഉപയോഗിക്കാറ്. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാറാണ് പതിവ്. എന്നാൽ സുരേഷ് ഗോപിയുടെ രാഷ്ട്രം സിനിമയിൽ അത് കട്ട് ചെയ്യാതെ ഒരു അബദ്ധത്തിൽ കാണിച്ചിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ അതുപോലെ മറ്റു 2 സിനിമകളിലും ക്ലാപ്പ് ബോർഡ് കണ്ടിട്ടുണ്ട്. 89-ൽ ലോഹിതദാസ് എഴുതി CB മലയിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ദശരഥം. മോഹൻലാൽ, രേഖ, മുരളി തുടങ്ങിയവരൊക്കെ ആയിരുന്നു സിനിമയിൽ അഭിനയിച്ചത്. ആ ഒരു സിനിമ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു മിന്നായം പോലെ ക്ലാപ്പ് ബോർഡും പിടിച്ചു നിൽക്കുന്ന സംവിധായകൻ CB മലയിലിനെ അവിടെ കാണാം. എഡിറ്റർക്ക് ഒരു അബദ്ധത്തിൽ പറ്റിപ്പോയതായിരിക്കാം 1 സെക്കൻഡ് മാത്രമുള്ള ആ ഒരു ഷോട്ട് അവിടെ വെച്ചത്. അമൽ നീരദിന്റെ ബിഗ് ബി സിനിമയിൽ ചെറിയൊരു ലവ് സ്റ്റോറി കൂടി കാണിച്ചിരുന്നു. സുമിത് അവതരിപ്പിച്ച ബിജോ എന്ന കഥാപാത്രവും മാനസ് അവതരിപ്പിച്ച ഗൗരി എന്ന കഥാപാത്രവും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറി ആയിരുന്നു അത്. സിനിമയിൽ ഈ ഒരു സീനിന് ശേഷം ഉണ്ടായിരുന്ന ഒരു ഗാനരംഗം പിന്നീട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിരുന്നു. കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, അപ്പോഴും ഞാൻ മുണ്ടെടുത്തില്ലേ. അയ്യോ അതല്ലേ. ഈ ഒരു രംഗത്തും വ്യക്തമായി സിനിമയുടെ ക്ലാപ്പ് ബോർഡ് കാണിക്കുന്നുണ്ട്. എഡിറ്റർക്ക് പറ്റിയ ഒരു അബദ്ധമാണത്. 2022-ൽ മജു സംവിധാനം ചെയ്ത് അലൻസിയർ, സണ്ണി വെയിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അപ്പൻ. ആ ഒരു സിനിമയിലെ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആയിരുന്നു ഈ ഒരു രംഗം. എന്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലായോ? വീടിനകത്തേക്ക് കയറി വരുന്ന രംഗമാണിത്. വീടിന് പുറത്തുനിന്ന് കാണിക്കുമ്പോൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സല്ല വീടിനകത്തെത്തിയപ്പോൾ ധരിച്ചിരിക്കുന്നത്. ഒരൊറ്റ സെക്കൻഡിൽ വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഡ്രസ്സിന്റെ നിറം മാറിപ്പോവുകയാണ്. 2023-ൽ മഹേഷ് ബാബു സംവിധാനം ചെയ്ത ചിത്രമാണ് മിസ് ഷെട്ടി, മിസ്റ്റർ പോളി ഷെട്ടി. നീ ആക്ച്വലി ഈ ജോബൊക്കെ വിട്ട് ഫുൾ ടൈം സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തൂടെ? ഫുൾ ടൈമോ? അമ്മോ. അനുഷ്ക ഷെട്ടി, നവീൻ പോളി ഷെട്ടി എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ആ ഒരു സിനിമയിലെ ഒരു ഗാനരംഗമാണിത്. ഇവരൊക്കെ ഞങ്ങളാണ് സാർ. ഞങ്ങൾ തന്നെ സാർ. അതെ, നിങ്ങൾ ആരാണ്? 2 സൈഡിൽ നിന്നും അയൽ താങ്ങി പിടിച്ചിരിക്കുന്ന ക്രൂ മെമ്പേഴ്സിനെ ഫ്രെയിമിൽ വ്യക്തമായി കാണാം. ഈ ഒരു കാലത്ത് സിനിമയിൽ ഇത്രയും വലിയൊരു അബദ്ധം എങ്ങനെ സംഭവിക്കാനാണ്? അതൊന്ന് ക്രോപ്പ് ചെയ്ത് ഒഴിവാക്കാൻ പോലും എഡിറ്റർ ശ്രമിച്ചില്ല. 2011-ൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രമാണ് ഇന്ത്യൻ റുപ്പി. ആ സിനിമയിൽ ജയപ്രകാശ് എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിച്ചത്. സിനിമയിൽ നായകന്റെ ഇൻട്രോ സീൻ ഇങ്ങനെയായിരുന്നു. ഈ ഒരു രംഗത്ത് പൃഥ്വിരാജിനെ കൂടി കാണിക്കുന്നുണ്ട്. അതായത് ജയപ്രകാശ് എന്ന കഥാപാത്രമല്ല, സിനിമാ നടനായ പൃഥ്വിരാജിനെയും കാണിക്കുന്നുണ്ട്. കല്യാൺ സിൽക്സിൽ ആഡി സെയിൽ തുടങ്ങി, ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. സിസ്റ്റർ വായിക്കുന്ന ഈ ഒരു പത്രത്തിൽ കല്യാൺ സിൽക്സിന്റെ പരസ്യത്തിൽ പൃഥ്വിരാജിനെയും കാണുന്നുണ്ട്. ജയപ്രകാശിനും പൃഥ്വിരാജിനും ഒരേ മുഖമാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. ഇതുപോലൊരു ഡൗട്ട് 2015-ൽ ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ അച്ചാദിലുമുണ്ട്. ആ സിനിമയിൽ മമ്മൂട്ടിയുടെ ഇൻട്രോ സീനിലും ഇതുപോലൊരു പരസ്യം കാണിക്കുന്നുണ്ട്.
മമ്മൂട്ടിയുടെ തന്നെ അവതാർ ഗോൾഡിന്റെ പരസ്യമാണ് വലുതായി അവിടെ കാണിക്കുന്നത്. സിനിമയിൽ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കിയപ്പോൾ അത് ബ്ലർ ചെയ്തിട്ടാണ് കാണിച്ചത്. പക്ഷേ ഈ ഒരു ആംഗിളിൽ നിന്നുള്ള ഷോട്ടിൽ അത് ബ്ലർ ചെയ്തിട്ടില്ല. അത് മമ്മൂട്ടിയുടെ പരസ്യമാണെന്ന് അതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഒരു സിനിമയിൽ ആ സിനിമയുടെ തന്നെ പോസ്റ്ററും ആ സിനിമയുടെ നടന്റെ മറ്റൊരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതെല്ലാം തന്നെ കാണിച്ചത് ഹരിഹരൻ പിള്ള ഹാപ്പിയാണെന്ന സിനിമയിലായിരുന്നു. ആ ഒരു സിനിമയിലെ ഈ ഒരു ഗാനരംഗത്തായിരുന്നു അത്. മോഹൻലാലിന് തന്നെ ബാലേട്ടൻ സിനിമയും കാണിക്കുന്നുണ്ട്. മോഹൻലാലും ഹരിഹരൻ പിള്ളയും തമ്മിലുള്ള സാമ്യം ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. ഇതുപോലെ മലയാളത്തിൽ ഒരുപാട് സിനിമകളിൽ കഥാപാത്രമായി അഭിനയിച്ച അതേ നടന്മാരെ തന്നെ യഥാർത്ഥ നടന്മാരായി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്നവ കമന്റ് ചെയ്യുമല്ലോ. മമ്മൂട്ടിയുടെ വെള്ളിയേട്ടൻ സിനിമയിൽ അവസാന ഭാഗത്ത് സായി കുമാറിനെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. അവിടെ ഉണ്ടായ കുപ്പികൾ പലതും താഴേക്ക് വീഴുന്നതായി കാണിക്കുന്നുണ്ട്. ശേഷമുള്ള സീനിൽ മനോജ് കെ ജയൻ കാൽ വ്യക്തമായി നിലത്ത് വെക്കുന്നുമില്ല. വീഴുന്ന കുപ്പികളിലൊന്ന് അദ്ദേഹത്തിന്റെ കാലിൽ വീണ് പരിക്ക് പറ്റിയതായിരിക്കാം അതിന് കാരണം. സിനിമയിൽ ഈ രംഗം റീടേക്കിന് പോകാതെ ആ ഒരു രംഗം തന്നെ അത്തരത്തിൽ തന്നെ കാണിക്കുകയാണ് ചെയ്തത്. 2012 ജോർജ് കിത്തു സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ആകസ്മികം. ഒരു കുട്ടി അലമാരക്കുള്ളിൽ അകപ്പെടുന്നതാണ് സിനിമയുടെ കഥ. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്താണ് ഇത്തരത്തിലൊരു രംഗം കാണിക്കുന്നത്. ആരുടെയോ ഒരു കൈ ആ ഫ്രെയിമിൽ കാണാം. അലമാര വീഴാതിരിക്കാനോ മറ്റോ പിടിച്ചിരിക്കുന്ന ക്രൂ മെമ്പറിന്റെ കൈ ആയിരിക്കാം അവിടെ വന്നത്. വെട്ടം സിനിമയിൽ ദിലീപ് ഒരു ട്രെയിനിൽ കയറി രക്ഷപ്പെടുന്നത് കാണിക്കുന്നുണ്ട്. ട്രെയിൻ യാത്രക്കിടെ ഇത്തരത്തിലൊരു രംഗവും കാണിക്കുന്നുണ്ട്. ആ കയറിയ ട്രെയിനിലല്ല ദിലീപ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ട്രെയിൻ ആകെ മാറിയിരിക്കുന്നു. ട്രെയിനിന് പിറകിലുള്ള ഈ ഒരു എക്സ് മാർക്ക് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാം. 2004 പ്രമോദ് പപ്പൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് വജ്രം. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് മമ്മൂട്ടിയും ബാബു ആന്റണിയും തമ്മിലുള്ള ഒരു ചേസ് രംഗമുണ്ട്. ആ ഒരു ചേസിലുടനീളം ആ ലോറിയുടെ പിന്നിലെ ഡോർ തുറന്നു വെച്ചിട്ടാണ് കാണിച്ചത്. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ആ ഡോർ തന്നാലെ തന്നെ അടിച്ചു വെച്ചതായി കാണാം. ലോറിയിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ പിന്നിൽ വരുന്ന കാറിന്റെ രംഗം വ്യക്തമായി കിട്ടാൻ വേണ്ടിയാണ് ഡോർ തുറന്നു വെച്ചത്. പക്ഷേ ലോറിയുടെ മാത്രം രംഗം കാണിക്കുമ്പോൾ ആ തുറന്നു വെച്ച കാര്യം മറന്നുപോയി. അങ്ങനെ വന്നിരിക്കുന്ന ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആണിത്. ഇതുപോലെ സിനിമകളിലെ കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകളെ കുറിച്ചോ ലോജിക് മിസ്റ്റേക്കുകളെ കുറിച്ചോ അൺകട്ട് ബ്ലൂപ്പേഴ്സിനെ കുറിച്ചോ നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ. ഈ സീരീസിലെ മുമ്പത്തെ എപ്പിസോഡുകൾ കാണാൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫസ്റ്റ് കമന്റോ ചെക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.